കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പിൻവലിച്ചു കൊടുത്തു, പിന്തുണ കൊടുത്തു. ഒറ്റ കാര്യമുള്ളൂ ഞാനന്ന് പറഞ്ഞിരുന്നത്, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം. ഏറ്റതായിരുന്നു. മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മിൻഹാജും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും വിളിച്ച് വലിയ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറില്ല, നമ്മളൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മുന്നോട്ട് പോവുക, BJP ഇവിടെ അധികാരത്തിൽ വരാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന UDFന്റെ പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ്. അങ്ങനെ വോട്ടിംഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും. റിസൾട്ട് വന്നതിന് ശേഷം പോലും ഒരു വാക്ക് മിൻഹാജിനോട് പറയാൻ ഒരാളുമുണ്ടായില്ല. അവസാനം മിൻഹാജ് അപമാനിതനായി എന്റെ പാർട്ടി വിട്ട് അദ്ദേഹം CPM പോയി ചേർന്ന പ്രവർത്തകരും. അതൊരു ഭാഗം. അത് കഴിഞ്ഞു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. നിരുപാധിക പിന്തുണ കൊടുത്തു നമ്മൾ. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് വർദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയായ ഷൌക്കത്ത് തന്നെ പത്രസമ്മേളനത്തിൽ, അതിനുശേഷം നടന്ന സമ്മേളനത്തിൽ PV അൻവറിന്റെയും പ്രവർത്തകരുടെയും സാന്നിധ്യം ഈ വോട്ട് വർധനക്ക് കാരണമായി എന്ന് പറഞ്ഞാണ്. അവിടെ നമ്മൾ പിന്തുണ കൊടുത്തു. നമ്മളൊരു ബാർഗിങ്ങിനും അതിന്റെ അവകാശവാദത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞ് പനമരം പഞ്ചായത്ത് വയനാട്ടിൽ, ആ പനമരം പഞ്ചായത്തിൽ ബെന്നി എന്ന് പറയുന്ന സ്വതന്ത്രനായ പഞ്ചായത്ത് മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ബെന്നിയുമായി സംസാരിച്ച് ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ആ പഞ്ചായത്ത് മറിച്ച് UDFന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ബെന്നി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. 10ഓളം ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് PV അൻവറിന്റെ നിലപാടാണല്ലോ. നിലപാട് വ്യക്തമാക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. PV അൻവർ വ്യക്തമാക്കിയ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് LDFന്റെ ഭരണത്തിലായിരുന്നു. ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് UDFന്റെ കൈകളിലേക്ക് എത്തിച്ചു. ഇതും നിലപാടല്ല. അപ്പൊ നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞു. ഇപ്പോ UDFന് കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. UDFന്റെ ലീഡർഷിപ്പ് ഈ മാസം 2-ാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ചു പോകാൻ വേണ്ടി UDF നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട MM ഹസൻ അന്നത്തെ UDF കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും UDF ചെയർമാനായ VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് PV അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഒരു വിവരവുമില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മാസം 15-ാം തീയതി അദ്ദേഹത്തിന്റെയും എന്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ